നമ്മുടെ കള്ളന്മാരുടെ വീട് ഞാൻ തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. ഡയറക്ഷൻ, നിർമ്മാതാവ്, ഇത് മൂന്നും കൈകാര്യം ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെയാണ്. എൻ്റെ പേര് ഹുസൈൻ അറോണി, പാലക്കാടാണ് സ്വദേശം. അപ്പോൾ നമ്മുടെ സിനിമയിൽ ബിജുക്കുട്ടൻ, നസീർ സംക്രാന്തി, ബിനീഷ് വാശൻ ചേട്ടൻ, സുനിൽ സൂദ സാർ, ഉല്ലാസ് പന്തളം, പുതുമുഖ താരങ്ങളായിട്ടുള്ള രാജേഷ് ആചാരി, സുധീഷ് ചെമ്പഴശ്ശേരി, പിന്നെ സുഹൃത്തുക്കൾ വേറെ ഉണ്ട്, അവർ വരാൻ പറ്റിയിട്ടില്ല. മുഹമ്മദ് ഷെരീഫ്, ശ്രീനാഗ്, ശ്രീകുമാർ, ആനന്ദ് ജീവൻ, ഇവർ മാത്രമല്ല ഒരു 32 പരം പുതുമുഖ ആർട്ടിസ്റ്റുകളും നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ബുദ്ധിജീവി പടമൊന്നുമല്ല, എല്ലാവർക്കും ഒരു 2 മണിക്കൂർ തിയേറ്ററിൽ വന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു സാധാ ഹൊറർ കോമഡി സ്റ്റോറിയാണ്, ഫിഷ്യൽ സ്റ്റോറിയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണത്. ജനുവരി 5-നാണ് തിയേറ്ററിൽ എത്തുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട തിയേറ്ററുകളിലൊക്കെ നമ്മുടെ സിനിമ പ്രദർശനത്തിന് വരുന്നുണ്ട്. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ന്യൂ ഇയർ പ്രോഗ്രാം, ക്രിസ്മസ് ഇതെല്ലാം കഴിഞ്ഞ് അവധി കഴിഞ്ഞിട്ടാണ് നമ്മുടെ സിനിമ റിലീസിന് വരുന്നത് എന്ന് കരുതി ആരും നമ്മുടെ സിനിമ തിയേറ്ററിൽ വന്ന് കാണാതിരിക്കരുത്. പിന്നെ ബിനീഷ് ചേട്ടൻ ഇതിൽ നല്ലൊരു ഫാദറിൻ്റെ വേഷത്തിലാണ് എത്തുന്നത്, പള്ളിയിലച്ഛനായിട്ട്. അപ്പോൾ അത് പുള്ളിയുടെ കരിയറിലെ ഏറ്റവും നല്ലൊരു വേഷമാണത്. അതിനെക്കുറിച്ച് പുള്ളി പറയും, അതായിരിക്കും നല്ലത്. ഫാദർന്ന് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ച് അല്ലേ ഇത് കൊതിപ്പിച്ചോളാം ചെയ്, എന്നാലും ഒരു വൈദികൻ വേഷത്തിലെത്തണത്. ശരിക്കും ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് തിയേറ്ററിൽ എൻ്റെ ഒരു പടം വരുന്നത്. മടിയായിരുന്നു ഏറ്റവും അവസാനം വന്ന പടം. ശരിക്കും ഒരുപാട് സിനിമകൾ ഓഫർ വന്നിട്ട് ചെയ്യാൻ പറ്റാത്ത വന്നിട്ടുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം, ഞാൻ കൂടുതൽ ഉദ്ഘാടന പരിപാടി പ്രോഗ്രാംസൊക്കെയാണ് കൂടുതൽ അറ്റൻഡ് ചെയ്യണത്. പിന്നെ നമ്മളുടെ ഫ്ലവേഴ്സിൻ്റെ ഒരു സ്റ്റാർ മാജിക് എന്നൊരു പരിപാടി. അങ്ങനെ ബിസിയാണ്, ലൈഫ് ബിസിയായിട്ട് തുടങ്ങി. കുറേ വർഷമായി, ഇപ്പോൾ 6-7 വർഷമായി. അപ്പോൾ എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പരിപാടിയായാലും വലിയ പരിപാടിയാണെങ്കിലും ഞാൻ പറഞ്ഞ വാക്കിന് വില നൽകുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ പ്രോഗ്രാംസ് പിടിക്കുമ്പോൾ 2 മാസമോ 1.5 മാസമോ കയറ്റിയേ പിടിക്കുള്ളൂ. അപ്പം അങ്ങനെ പിടിക്കുന്ന കാരണം നമുക്ക് എല്ലാ മാസവും കമ്മിറ്റ്മെൻറ്റാണ്. ഒരു 10-15 പരിപാടികൾ ഉദ്ഘാടനമൊക്കെ ആയിട്ട്, ചെറിയ ഉദ്ഘാടനം, വലിയ ഉദ്ഘാടനം പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കോളേജ് പരിപാടി. അതിൻ്റെ ഇടയിൽ സിനിമയിൽ അഭിനയിക്കാൻ പോകാൻ സമയം കിട്ടിയില്ല. സമയം ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സിനിമ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കും. എൻ്റെ ലൈഫിൽ കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈസയുടെ അത്യാവശ്യമായിരുന്നു. ഇതിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുത്തിട്ടുണ്ടപ്പോൾ, ജോലി എടുത്തിട്ടുണ്ടപ്പോൾ പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്നെ തന്നെ ബ്രാൻഡ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഞാനൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇപ്പോഴും എന്നെ വിറ്റ് ജീവിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഈ ഒരു സിനിമയുടെ കഥ കേട്ടപ്പോൾ ഒരു ദിവസം വന്ന് അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഗംഭീര ഒരു കോമഡി വേഷം. നേരത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണ്ടയായിട്ട് അഭിനയിച്ചേക്കുന്നത് 100ഓളം മേലിൽ പടത്തിൽ ഗുണ്ടയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രമേ എന്നെ അറിയാൻ പറ്റുള്ളൂ. ചുരുക്കം ചില സിനിമകളിൽ മാത്രം ജനങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അടുത്ത് പറയാൻ പറ്റിയത് വിജയ് സാറിൻ്റെ തെരിയും, കട്ടപ്പനയിൽ ഗൃതിക് റോഷനും, അങ്ങനെയുള്ള ഏഞ്ചൽ ജോൺ, അങ്ങനെയുള്ള കുറേ പടങ്ങൾ എടുത്തു പറയാൻ പറ്റുള്ളൂ. ഈ സിനിമയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ക്യാരക്ടർ തന്നെയാണ്. 20 മിനിറ്റോളം പടത്തിലുണ്ട്. വളരെ സന്തോഷം. നേരത്തെയൊക്കെ എന്നെ കാണാൻ നേരത്തെ ആൾക്കാർ, ഞാൻ ഒരു 10 വർഷം മുമ്പ് വരെ ബസ്സിലായിരുന്നു പോയിക്കൊണ്ടെന്ന് വെച്ചാൽ 2 വീലർ പോലും മേടിച്ചിട്ടില്ലായിരുന്നു പണിക്ക് പോകുമ്പോൾ. ബസ് സ്റ്റോപ്പിലേക്ക് എന്നെ കാണുമ്പോൾ ഇതേ ഗുണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ മാറിയിരിക്കുമായിരുന്നു. പിന്നീട് സ്റ്റാർ മാജിക്കിൽ വന്നപ്പോഴാണ് റിയൽ ക്യാരക്ടർ എന്നെ മനസ്സിലായതും. ഇപ്പോൾ എവിടെ വെച്ച് കണ്ടാലും വലിയ പ്രായമുള്ള ആൾക്കാർ, കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ ടീം എന്ന് പറഞ്ഞ് ചിരിക്കും എന്നെ കാണുമ്പോൾ. ആ അവസ്ഥയിൽ തീർച്ചയായിട്ടും ഒരു കോമഡി വേഷത്തിലൂടെ വന്നാലാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ എന്നോട് എൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, അവർ ചോദിക്കാൻ സിനിമയിലൊന്നും നിന്നെ കാണുന്നില്ലല്ലോ എന്ന് പറയാം. അങ്ങനെയാണ് ഒരു സിനിമ കിട്ടിയപ്പോൾ ഇങ്ങനെ അഭിനയിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു കോമഡി വേഷമാണ് ചെയ്തേക്കുന്നത്. ഒരു ഫാദറായിട്ടാണ്, അത്യാവശ്യം ഹ്യൂമറായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് ഡയറക്ടർ പറയുന്നത്. എന്നാലും നിങ്ങൾ സിനിമ കണ്ടിട്ട് വിലയിരുത്തണോണ്ട് ഞാൻ അഭിനയിച്ചേക്കണം പോരാണെങ്കിൽ അത് പറയണം. ഫോൺ നമ്പറുണ്ട് സോഷ്യൽ മീഡിയയിൽ. അടുത്ത പടത്തിൽ തിരുത്താല്ല, ഇത്തിരി കൂടി നന്നാക്കാനുള്ള വശങ്ങളൊക്കെ എന്നോട് പറയുക. സിനിമ നാട്ടിലെങ്കിലും അതും പറയുക. അപ്പോൾ അടുത്ത പടം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പുള്ളിക്കും തിരുത്താം. നിങ്ങളാണ് കണ്ടിട്ട് കാര്യങ്ങൾ പറയേണ്ടത്. ഞാനല്ല ശരിക്കും പറഞ്ഞാൽ പ്രൊമോഷന് വരേണ്ടത്. ഞാൻ ശരിക്കും ഇത്തരം വേഷങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ പ്രൊമോഷൻ വരേണ്ട ആവശ്യമില്ല. ചെറിയ വേഷം എന്ന് പറയാൻ പറ്റില്ല. 20 മിനിറ്റോളം ഉണ്ട് പടത്തിൽ. വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇതിൽ.
അപ്പോൾ അവരൊന്നും വരാൻ പറ്റും, അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും ഞാൻ ഇവരുടെ സിനിമയെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാണ് എല്ലാ ജില്ലയിലും. തീർച്ചയായിട്ടും എൻ്റെ ഫോളോവേഴ്സും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്റ്റാർ മാജിക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, കുടുംബവും എല്ലാവരും ഉണ്ട്. തിയേറ്ററിൽ ഒന്ന് ഞാൻ ക്ഷണിക്കുകയാണ്, വന്ന് കാണുക. അറിയാം നിങ്ങളൊന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നില്ലെന്നറിയാം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ, പണ്ടത്തെ കാലഘട്ടമാണെങ്കിൽ ഒരു 15 വർഷം മുമ്പാണെങ്കിൽ ഞാൻ പണിക്ക് പോകുന്ന സമയത്ത് ഞാൻ ലീവ് എടുത്തിട്ട് സിനിമ കാണുമായിരുന്നു. എൻ്റെ കൂട്ടുകാരും എൻ്റെ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ ലീവ് എടുക്കണം. തിങ്കളാഴ്ച ദിവസം കൊച്ചിക്കാർ പണിക്ക് പോകില്ല, സിനിമക്ക് പോകുള്ളൂ. കൊണ്ട് ഓട്ടോ തൊഴിലാളികളൊക്കെ ആണെങ്കിലും ഒരു ടാക്സി ഡ്രൈവർ ഒരാളെ കൊണ്ട് ആക്കി കഴിഞ്ഞ് ഒരു 4 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആൾ പോയി സിനിമയാണ് കണ്ടിരുന്നത് പണ്ട്. മലയാള സിനിമയുടെ ഒരു മൂല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ സാധാരണ കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരും തൊഴിലാളികൾ പറഞ്ഞ മൂല്യം അവർ സിനിമയെ വളർത്തിക്കൊണ്ടെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളാണ്. 3.5 കോടി ജനങ്ങളുണ്ട് ഇവിടെ. അതിൽ തൊഴിലാളികളാണ്, സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അവരാണ് സിനിമ എന്നും കണ്ടേക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം സിനിമ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നിലധികം പ്രാവശ്യം കാണും. തിയേറ്ററിൽ നിറച്ചേക്കുന്ന തൊഴിലാളികളാണ്. ആ തൊഴിലാളികളാണ് സാധാരണക്കാരാണ് സിനിമ കാണാത്തത്. എവിടെ പോയാലും എന്നെപ്പോലെ ഞാനടക്കം ആൾക്കാർ, എനിക്ക് ഫോണുണ്ട്, എൻ്റെ ഫോണ് എൻ്റെ തിയേറ്ററാണ്, എൻ്റെ ഫോണ് എൻ്റെ റേഡിയോ ആണ്, എൻ്റെ എല്ലാമാണ് ഫോണിപ്പോൾ. ഫോണിലെ സമയം കളയണത്. ഞാനിത് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നീട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഒരു ഓട്ടോ സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50ഓളം ഓട്ടോ ഉണ്ടെങ്കിൽ ഈ ഓട്ടോയിൽ കാണുന്ന എല്ലാവരും മൊബൈൽ നോക്കി സമയം കളയുന്ന ആൾക്കാരാണ്. 50ാമത്തെ ഓട്ടോ പോകണമെങ്കിൽ ഉച്ചയാവും. ആ ഉച്ചവരെ നമുക്ക് മൊബൈലിൽ എൻ്റർടൈൻമെൻ്റ് ഉണ്ട് കാണാനായിട്ട്. ആരും തിയേറ്ററിലേക്ക് വരുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ സിനിമ കള്ളന്മാരുടെ വീടെന്ന സിനിമക്ക് ഒരു 5 പേരെ വീടിക്ക് തിയേറ്ററിൽ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ വന്ന ആൾക്കാരൊന്നും ഇല്ല. ഇപ്പം 1000 രൂപ കൊടുത്ത് ഒരു ബിരിയാണി മേടിച്ച് കൊടുക്കാമെന്ന് നല്ല സിനിമ കാണാൻ ആൾക്കാർ വരും. ഒന്ന് പോടാപ്പാന്ന് പറയും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇവർ പറയുന്നത് ഇവരുടെ സിനിമ, ഞങ്ങളുടെ സിനിമ നല്ലതാണ്, ഇവർ റിവ്യൂ കണ്ടതാണ്. ആ സിനിമ കുറച്ച് പേരെങ്കിലും തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ നല്ല സിനിമയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ അറിയിക്കുക. കുറച്ച് പാവപ്പെട്ട ആൾക്കാരാണ് സിനിമ ചെയ്തേക്കുന്നത്. അവർക്ക് മുടക്കിയ മുതലെങ്കിൽ തിരിച്ചു കിട്ടുന്ന രീതിയിലാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. ഒരുപാട് പടങ്ങൾ കണ്ടില്ലേ, ഒന്നും കിട്ടിയിട്ടില്ല അവിടത്തിന്. ഇപ്പം ഈ നമ്മുടെ സിനിമ കിട്ടാൻ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഈ സിനിമയെ പറ്റി പറയാൻ ഇത്രേ ഉള്ളൂ. നല്ല വേഷമാണ് എനിക്ക് തന്നേക്കണ, നല്ലൊരു സന്തോഷം. 2024 എൻ്റെ സിനിമ 5-ാം തീയതി തന്നെ നല്ലൊരു വേഷത്തിൽ ഇറങ്ങണത്. ഒരുപാട് സിനിമ ചെയ്യാനെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. ലൈഫിൽ പൈസ ആയിരുന്നു ഇല്ലാഞ്ഞത്. പൈസ വന്നപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് നടന്ന് പൈസ കിട്ടി. പൈസയുടെ പുറകെ പോയി. ഇനി 2024 കുറച്ച് സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു നടനുണ്ട്, എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്നുള്ളത് എൻ്റെ മനസ്സിലൊരു എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച് പോകുമ്പോൾ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അഭിനയിക്കണം, നീ ഒരു 5 അടി മാറി നിന്നിട്ട് നിന്ന് ഡയലോഗ് പറഞ്ഞാൽ മതി, ചെറിയ ഡയലോഗൊക്കെ ആയിക്കുള്ളൂ. അവരുടെ ഒരു ഇതുണ്ട്, അവർ പറയുന്ന സ്ഥലത്ത് നിൽക്കാനും അവർ പറയുന്ന പോലെ പറയാനും പറ്റുള്ളായിരുന്നു. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ആൾക്കാർ ഡയറക്ടറായി, അന്ന് അസിസ്റ്റൻ്റായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഡയറക്ടറായി. അപ്പോൾ അവരൊക്കെ നമ്മളൊരു കൂട്ടുകാരെ പോലെ കാണണം. അപ്പോൾ അവർ നമ്മളൊരു ക്യാരക്ടർ തരാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് ഇന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇദ്ദേഹം എൻ്റെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഇന്ന് എനിക്കൊരുപാട് അവിടെ കുറച്ച് ഫ്രീഡം തന്നപ്പോൾ ഒന്നും കൂടി നമുക്ക് നന്നാക്കാൻ പറ്റി. അപ്പോൾ വരും കാലങ്ങളിൽ നമുക്ക് ഇത്തിരി കൂടി ഫ്രീഡം തന്ന് നമ്മളൊരു പോസ്റ്റാക്കാതെ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ആക്ടിങ് ആവുള്ളൂ. റിയൽ ആക്ടിങ് എന്ന രീതിയിൽ കുറേ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ആൾക്കാരും ഒന്ന് കാണണോട്ടോ, എല്ലാവരും പടം കാണുക. ഇപ്പോൾ വിനീഷേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ ലൊക്കേഷനിൽ നമ്മളൊരു ഡയറക്ടർ എന്നതിൽ പരം ഒരു ഫ്രണ്ട്സിൻ്റെ ലെവലിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ പുതുമുഖങ്ങളായിട്ടുള്ളവരാണെങ്കിൽ ശരി, അവരെ അടുത്ത് അടിച്ചേൽപ്പിക്കുന്ന ഒരു ക്യാരക്ടർ നമ്മൾ കൊടുത്തിട്ടില്ല. അവർ ഫസ്റ്റ് ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നവരാണ്. അവർക്ക് അവരുടേതായ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ നിന്ന് നിങ്ങൾ അഭിനയിച്ചാൽ മതി. ജനങ്ങൾക്ക് വേണ്ട എന്താ, ആദ്യം അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു സ്വന്തം ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറാണ് ആദ്യം പ്രേക്ഷകർ കാണേണ്ടത്. അപ്പോൾ പലരും അഭിനയിച്ച് കഴിഞ്ഞ് പിന്നെ വരുന്ന ആക്ടേഴ്സുകളുടെ സ്വഭാവങ്ങളും അതാണ് പിന്നെ പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്. അപ്പോൾ നല്ല അഭിനയങ്ങളിലൂടെ വന്നിട്ട് മോശം അഭിപ്രായങ്ങളിലേക്ക് പോയ ആക്ടേഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അവർക്ക് അവരുടെ ക്യാരക്ടർ അറിയില്ല. അപ്പോൾ ഇവരുടെ ശൈലി എന്താണോ അതാണ് നമുക്ക് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ സിനിമനെ ഷൂട്ടിംഗ് സമയത്താണെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ക്യാമറയ്ക്ക് മുമ്പിൽ വരാത്തവർ
ബിഗ് സ്ക്രീനിൽ ഇതുവരെ വരാതൊരു ഷോർട്ട് ഫിലിം ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഒരു വലിയൊരു ക്രൗഡിൻ്റെ മുമ്പിൽ അഭിനയിച്ച പരിചയമില്ലാത്തവരാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവരിലേക്ക് കൊടുക്കുക. ശരിക്കും ഞങ്ങൾ വിജിക്കുട്ടൻ, ബിനീഷ് ബാസ്റ്റിൻ, നസി സംക്രാന്തി, ഉല്ലാസ് പന്തളം എന്നാണ് ഈ പടത്തിൽ പറയുന്നത്. ശരിക്കും ഞങ്ങളൊന്നുമല്ല, ഇവരൊക്കെയാണ് താരങ്ങൾ. കാരണം മലർവാടി ആസ് ക്ലബ് എന്ന് പറഞ്ഞ പടം ഇറങ്ങാൻ നേരത്ത് നമുക്ക് ഈ നിവിൻ പോളിനോ അജു വർഗീസിനോ മറ്റുള്ള ആർട്ടിസ്റ്റുകളൊന്നും അറിയാൻ പാടില്ല. പിന്നീട് നമ്മളുടെ ഇപ്പം ഒരു കുറേ വർഷങ്ങളായിട്ട് എനിക്ക് മലയാള സിനിമയിലെ ഏറ്റവും വലിയ എമൗണ്ടൊക്കെ മേടിച്ച് അഭിനയിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്റ്റാറുകളാണ് അവരൊക്കെ. അപ്പം ഇപ്പം ഇവരുടെയൊക്കെ പേര് നമ്മളിപ്പോൾ വിജിക്കുട്ടൻ്റെ പടം അല്ലെങ്കിൽ ഇവരുടെ പേരൊന്നും സ്ഥലത്ത് പറയണ കേട്ടിട്ടില്ല. പിന്നീട് നമ്മൾ ചിലപ്പോൾ ഈ പടം ചിലപ്പോൾ ഹിറ്റായി കഴിഞ്ഞാൽ അല്ലേ ഇവർ തന്നെ പറയട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ നിങ്ങൾ പറ. എനിക്ക് ആദ്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതേപോലുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ ഒരു ബിഗ് സ്ക്രീൻ, നമ്മൾ ചെറുപ്പം മുതൽ ഞാൻ കലാപരമായിട്ട് കവിത എഴുതുന്ന ആളാണ്. കുറേ ആൽബങ്ങൾ ഹിറ്റായിട്ടുണ്ട്. അമ്മ, അനാഥൻ, അങ്ങനെ കുറേ ആൽബങ്ങൾ തന്നെ കുറേ ഗൂഗിളടിച്ചാൽ കിട്ടും സുധീഷ് ചെമ്പശ്ശേരി കവിതകൾ പറഞ്ഞ്. അപ്പോൾ അതൊന്ന് അഭിനയമായിരുന്നു നമ്മുടെ ഏറ്റവും കൂടുതലൊരു മോഹം. ഒരു സിനിമയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക. നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ പൊളിഞ്ഞ് വാപ്പർസൂട്ടായി അവസാനം സിനിമ മോഹം നടക്കുമ്പോഴാണ് നമ്മൾ ഹുസൈനായിട്ട് പരിചയപ്പെടുന്നതും. പിന്നെ ഒരു 1.5 വർഷത്തോളം ഞങ്ങൾ കൂടെ നടന്ന് നമ്മൾ ഈ TV ചാനലുകളിലും ഇതിലൊക്കെ കാണുന്ന ആളുകളുടെ കൂടെ വിനീഷേട്ടൻ്റെ ഒക്കെ ഷർമാജിക്കൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നത്. ഇത് മാത്രമല്ല, അല്ലാതെ തന്നെ ആളെ ഫോളോ ചെയ്യുന്ന ആളുമാണ്. അതിലൊക്കെ കമൻറ്റിലേക്കൊക്കെ ഇരുന്ന ആൾ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരാൾ നമ്മുടെ കൂടെ അഭിനയിക്കാൻ വരിക. പിന്നെ അതേമാതിരി ബിജുക്കുട്ടൻ, അങ്ങനത്തെ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ആളുകളുടെ കൂടെ അഭിനയിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരിതാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് സിനിമയാണിത് ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത്. അതിൽ നമ്മൾ ഒരു നായക വേഷത്തിലേക്ക്, ഇപ്പോൾ 6 നായകന്മാരാണ് ഇതിൽ ഉള്ളത്. അതിലൊരു നായകനായിട്ട് തന്നെ അഭിനയിക്കാൻ കഴിയും. ആദ്യം എന്നെ സെലക്ട് ചെയ്തത് ഈ ഒരു വേഷത്തിലേക്കല്ല, ഒരു പോലീസ് വേഷത്തിലേക്കായിരുന്നു. കഥ എഴുതുന്ന സമയം മുതലേ ഞാൻ കൂടെ ഉണ്ട്. അന്ന് മുതലേ പോലീസ് വേഷമാണ് നമ്മൾ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്തത്. അതിനുശേഷമാണ് നായക വേഷത്തിലേക്ക് മാറുന്നത്. അപ്പോൾ എന്തായാലും അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിൽ യൂസ് ചെയ്യാൻ ഡയറക്ടർക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ എനിക്കും കഴിഞ്ഞു എന്നൊരു ബോധമുണ്ട്. എന്തായാലും നല്ല കുടുംബ പ്രേക്ഷകരെ ഒന്നാകെ തിയേറ്ററിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്നൊരു സിനിമയാണത്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ആളുകൾ കയറി മറ്റുള്ള ആളുകളോട് അഭിപ്രായം പറഞ്ഞ് നല്ല കണ്ടന്റ് ആണെങ്കിൽ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ വരുന്ന സിനിമകൾ വിജയിച്ചിട്ടുള്ള നമ്മൾ കണ്ടത്. ചെറിയ സിനിമയാണെങ്കിലും വിജയിച്ചിട്ടുള്ള കണ്ടത്. ഞാനും സ്ഥിരം സിനിമ കാണുന്ന ആളുകളാണ്. ഇപ്പോൾ വരവേൽപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ പഴയ സിനിമകളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നതൊക്കെ കുറേ ഫൈറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ കുറേ അടിപിടി ഇടി കുത്തൊക്കെ ഉള്ള സിനിമകളാണ് കുറേ ആളുകൾക്ക് തന്നെ. അതിൻ്റെ ഇടയിൽ ഇത്രയും കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒന്നാകെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. പിന്നെ വിനീഷേട്ടൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ചെറിയ വേഷമല്ല, വിനീഷേട്ടൻ നല്ലൊരു വലിയ വേഷം ചെയ്തില്ല. കാരണം അതിലെ ഏറ്റവും വലിയ വേഷം എന്ന് പറയാനുള്ള കാരണം ഒരു മുഴുനീള ഡയലോഗുണ്ട്. കുറേ നേരം ശ്വാസം കിട്ടാതെ, ചിലപ്പോൾ പല ആർട്ടിസ്റ്റുകളും ശ്വാസം കിട്ടാതെ വിങ്ങി പൊട്ടുന്ന ഒരു സമയം. ഞാൻ ആദ്യ ദിവസം പറഞ്ഞിരുന്നത് സിനിമ ചെയ്യുന്ന സമയത്ത് നീണ്ട ഒരു ഡയലോഗ്, ഞാൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, പക്ഷെ അതൊക്കെ പഠിച്ച് പറയുമ്പോൾ ഞാൻ സ്റ്റേജ് പറയാറുണ്ട്. പക്ഷെ ഇത് പെട്ടെന്നൊരു ക്രൗഡിൻ്റെ മുമ്പിൽ വന്നിട്ട് അങ്ങനെ ഡയലോഗ് പറയാൻ കഴിയില്ല. വിനീഷേട്ടൻ അത് ഒറ്റ ശ്വാസത്ത് പറയേണ്ട മുഴുനീള ഡയലോഗ് ഡബ്ബിങ്ങിലും അതുപോലെ അവിടെയും അത് കൃത്യമായിട്ട് ചെയ്തു. അത് സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം അത്രയും നീളം ഡയലോഗ് വേറെ ആർക്കും ഇതിലില്ല. കാരണം എനിക്ക് തോന്നുന്നല്ലേ, കുറേ നീളം ഡയലോഗ് വിനീഷേട്ടൻ മാത്രമേ ഇത്രയും നീളം നേരം, അത് ശ്വാസം കിട്ടില്ല. നമ്മളൊന്നും പറഞ്ഞാൽ അത് ശ്വാസം കിട്ടില്ല. അത് ആ ഡയലോഗൊക്കെ ഡബിങ് സമയത്ത് പറഞ്ഞു എന്നുള്ളത് ഒരു കാലത്തെ ഡയലോഗ് കിട്ടാൻ വേണ്ടി പോയിച്ചിരുന്നു, കിട്ടിയപ്പോൾ വലിയ കട്ട ഡയലോഗ് അല്ല വിനീഷേട്ടൻ. പിന്നെ വിനീഷേട്ടനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ, എനിക്കിപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഇത് മുമ്പിലിരുത്തി പറയണതല്ല. നമുക്കൊരു ഇപ്പോൾ വിനീഷേട്ടൻ ഫസ്റ്റ് നമ്മളെ കാണണം പറഞ്ഞു. ഞാനും ഡയറക്ടറും കൂടിയാണ് വിനീഷേട്ടനെ കാണാൻ വേണ്ടി ആദ്യം ഹോട്ടലിലേക്ക് പോണത്. അവിടെ ചെന്ന് വിനീഷേട്ടൻ്റെ സംസാരം, അപ്പം ഞാൻ ഇതൊക്കെ വിചാരിച്ചു ഇവരൊക്കെ ഭയങ്കര ജാടയിരിക്കും. അപ്പോൾ നമ്മളൊക്കെ ഇവരെ അടുത്ത് പോയി സംസാരിക്കുക ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളോട് ആ സിനിമയെക്കുറിച്ചിട്ട് ആധികാരിക അത് മാത്രമായിരുന്നു ഒരു വിഷയം. ആളതിനെക്കുറിച്ച് കുറേ നേരം ഞങ്ങളോട് സംസാരിച്ച് എങ്ങനെയാണ് അതിൻ്റെ ഇത്, എങ്ങനെയാണ് വേഷം കാര്യങ്ങൾ ഡയറക്ടർ എഴുതും അതേപോലത്തെ ഒരു ഡീലാണ് അവിടെ നടന്നത്. അപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സാധാരണ കലാകാരനായിട്ട് വളർന്നു വന്ന ഒരാൾക്ക് ആ പെരുമാറ്റത്തിൽ ഇന്നും യാതൊരു തരത്തിലും മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് അത്ഭുതപ്പെടുത്തും ചെയ്തു. നമുക്ക് അതേപോലെ ആനന്ദം ഉണ്ടാക്കി. കാരണം കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കൊരു ആർട്ടിസ്റ്റ് ഇത്രയും സപ്പോർട്ട് നമുക്ക് തരിക എന്നുള്ളത് വലിയൊരു തന്നെയാണ്. ഇപ്പോഴും വിനീഷേട്ടൻ അവിടെ കുറേ നേരം നമ്മളെ ഇതാക്കിയിട്ട് തന്നെ ഇവിടെ വന്ന സമയത്തും നമ്മൾ രണ്ടുപേരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ നടന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു സാധാരണ കലാകാരനായിട്ട് വളർന്നു വന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ എല്ലാ ഗുണങ്ങളും ഇപ്പോഴും പോവാതെ ചോരാതെ നിലനിർത്തുക എന്നുള്ളത് വളരെ ഇതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ചതും ഇതേപോലെ ഒരു പുതുമുഖ ഡയറക്ടർ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഡയറക്ഷൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളും അന്തം വിട്ട് പോയി. പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ടെലിഫിലിമുകളൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഡയറക്ഷൻ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ യാതൊരു ഒരു പേടി ഒരു ഇതുമില്ലാതെ കൂളായിട്ട് ആ ഒരു സിനിമ ചെയ്തു കൊടുത്തു. ആ സിനിമ മുഴുവൻ കണ്ടപ്പോഴും
സത്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ എന്തായാലും നിങ്ങൾ പല ആളുകളും സിനിമ പോയി കാണുമല്ലോ. ആ കാണുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു ഡയറക്ഷൻ്റെ ഇതെന്താണെന്നുള്ളത്. കൃത്യമായിട്ട് ആ സിനിമ ജനങ്ങളിലേക്ക് ഒരു കഥയായിട്ട് അത് എത്തിക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ ഞങ്ങൾക്ക് പുതുമുഖങ്ങളാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് നാളെ വളർന്നു വരാൻ പറ്റുള്ളൂ. ഉറപ്പേ നിങ്ങൾക്ക് തരാറുള്ളൂ. നാളെ വളർന്നു വന്നാലും നമ്മൾ ഈ ഒരു ഇതിന് രൂപത്തിൽ നിന്ന് ഒരു വ്യത്യാസം വരാതെ നമ്മൾ നല്ല കലാകാരനായിട്ട് ഈ നിലനിൽക്കാനാണ് എൻ്റെയൊക്കെ ആഗ്രഹം. അപ്പോൾ എല്ലാവരോടും ഒരു പുതുവത്സര ആശംസകളോടൊപ്പം ബിനീഷേട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷം. നമസ്കാരം, എൻ്റെ പേര് രാജേഷ് ആചാരി, സ്വദേശം പത്തനംതിട്ടയാണ്. കള്ളന്മാരുടെ വീട് എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൽ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. അതുമാത്രമല്ല 2024 തുടക്കം ഒരു മലയാള സിനിമയിൽ ഒരു ബിഗ് സ്ക്രീനിൽ എത്താൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ പ്രത്യേകിച്ച് ഹുസൈൻ അറോണിയോടും പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യന്മാരും, ക്യാമറാമാനും, അസോസിയേറ്റ് ഡയറക്ടേഴ്സും, ചീഫ് അസോസിയേറ്റും എല്ലാ വ്യക്തികളോടും എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു നമുക്കുണ്ടായൊരു ടെൻഷനില്ലായ്മ എന്ന് പറയുന്നത് നമ്മളെ ആരും പ്രത്യേകിച്ച് ടെൻഷൻ അടിപ്പിച്ചിട്ടില്ല ഇതിൻ്റെ അകത്ത്. കാരണം ഞങ്ങൾ ഒരു വില്ലയിൽ 3-4 വീടെടുത്തിട്ട് ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സും ചീഫും എല്ലാം ഒന്നിച്ച് ഷൂട്ട് കഴിയുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും ഒന്നിച്ച് കാണും. സാധാരണ ലൊക്കേഷനിൽ എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ് കഴിഞ്ഞ് എല്ലാവരും ഓടുന്ന് പിരിയും, റൂമിൽ പോവും. പിന്നെ കാലത്ത് 6 മണിയാകുമ്പോഴേ ഇവരെ കാണുന്നത്. അപ്പോൾ നമുക്ക് ടെൻഷനായി. അന്നേരമായിരിക്കും വന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പിറ്റേന്നത്തെ വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ കൂടുതൽ ടെൻഷനില്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു വളരെ എളുപ്പത്തിൽ. കാരണം ഒരു നവാഗതനായ ഒരു ഡയറക്ടർ ഒരു 22 ദിവസം കൊണ്ട് ഒരു ഇത്രയും പുതുമുഖങ്ങളെ വെച്ചിട്ട് ഈ സാധനം ഷൂട്ട് ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ പുള്ളി അതിനെ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരാഴ്ചയോളം ഞങ്ങളെ ഒരു ലോഡ്ജിൽ റൂമൊക്കെ എടുത്തിട്ട് ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ പുള്ളി കുറേ ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ട്, നീ ക്യാരക്ടർ ആവണം. അപ്പോൾ ക്യാരക്ടർ ആവാതെ വരുമ്പോൾ ഇത് എങ്ങനെ ആവും? കാരണം നമ്മളെല്ലാവർക്കും സിനിമാമോഹമുണ്ട്. പക്ഷെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ആക്ഷൻ പറഞ്ഞ് ഇത്രയും ടെക്നീഷ്യന്മാർ ഇരിക്കുമ്പം അഭിനയിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു സാധനവും വരില്ല. അപ്പോൾ ടെൻഷനായി എങ്ങനെ. അപ്പം അവിടെ നിന്നിട്ട് കണ്ണുരുട്ടും ചീത്ത വിളിക്കും. അപ്പോൾ ക്യാമറമാൻ തല കുറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകും, തെക്കോട്ട് പോവും. അപ്പോൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇറങ്ങിപ്പോടാം, അവനെ മാറ്റി വേറെ ആരെങ്കിലും കൊണ്ടുവെക്കാൻ പറയും. പക്ഷേ അദ്ദേഹം നമ്മുടെ സുഹൃത്തായതുകൊണ്ടും ഈ സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ കൂടെ ഉള്ളത് കൊണ്ടും ഏകദേശം ഈ ഒരു സിനിമയായിട്ട് ഏകദേശം ഞങ്ങളൊരു 1.5 വർഷത്തോളം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു. പോകാത്ത സ്ഥലങ്ങളില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇതിന് മുമ്പൊരു സിനിമ പരാജയപ്പെട്ടു. കാരണം കുറേ പൈസ നഷ്ടമായി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കള്ളന്മാരുടെ വീടിങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ വന്നിരുന്നാണ് ഞങ്ങൾ മലമ്പുഴയിലൊക്കെ പോയി സ്ക്രിപ്റ്റൊക്കെ അങ്ങനെ ചെയ്യണം ഇങ്ങനെയാണ്. അപ്പോൾ അപ്പോഴും ഈ ക്യാരക്ടർ ഞാനാന്നുള്ളത് എന്നോട് പറയുന്നില്ല, നീ ആർട്ട് ഡയറക്ടർ എന്നുള്ളൊരു നിലയിലാണ് ഞാൻ അതിൻ്റെ അതോട് വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഈ പടം തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് നീ ഇന്നത് ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ എന്നോട് പറഞ്ഞത്. എന്തായാലും വലിയൊരു സന്തോഷം തന്നെയാണ്. കുട്ടികളടക്കം എല്ലാവർക്കും ഈ 2024 പുതുവത്സര ദിനത്തിൽ നല്ലൊരു സിനിമ, അതായത് വലിയ സംഭവം നമ്മൾ പറയുന്നില്ല, എന്നാലും ചിരിക്കാൻ പറ്റുന്ന ഫാമിലിയായിട്ട് എല്ലാ ആളുകൾക്കും കയറി ചിരിച്ച് സന്തോഷിച്ച് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്. പിന്നെ ഇതിൻ്റെ പിന്നിൽ വന്നപ്പോൾ ഒരുപാട് നല്ല ആളുകളെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. ബിനീഷ് ചേട്ടനെ പോലുള്ള ആളുകളെയും പിന്നെ നമ്മുടെ ബിജുക്കുട്ടൻ ചേട്ടൻ, എല്ലാവരുമായിട്ടും റൂമിൽ സന്തോഷമായിട്ട് ഒക്കെ ഇരിക്കാൻ സാധിച്ചാലും ഒക്കെ ദൈവത്തോട് നന്ദി പറയുന്ന. എല്ലാവരും സിനിമ കാണണം. പുതുമുഖ താരങ്ങളായ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം. ഇനി മുമ്പോട്ടുള്ള പ്രചോദനം നിങ്ങളൊക്കെ തന്നെയാണ്. അതിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം. എല്ലാവരും സിനിമ OTT കാണാൻ നിൽക്കല്, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്, അനുഗ്രഹിക്കണം. ഈ സിനിമ ഇത്ര ഒരു സിനിമ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. താങ്കളുടെ നിർമ്മാതാവ് കൂടിയാണ്. അപ്പം ഒരു സിനിമയുടെ പ്രൊമോഷൻ വിനീഷേട്ടൻ പോലെ ആർട്ടിസ്റ്റ് വന്നു. അത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ കാണുന്നത് ബിജുക്കുട്ടനെയാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും, ഇത്രയും പേര് അഭിനയിച്ചു, 32 പേർക്ക് അവസരം കൊടുത്തു, ഇത്ര ആർട്ടിസ്റ്റുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്,
എന്തുകൊണ്ട് അവർ പ്രൊമോഷന് പോസ്റ്ററിലൊക്കെ അവരുടെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്, അവർ കാണുന്നില്ല. നമ്മളിതുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി തവണ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ, അവർ സഹകരിക്കുന്നില്ല. ഇങ്ങനെ സഹകരിക്കാതെ വരുമ്പോൾ തന്നെ നമ്മളെപ്പോലുള്ള പുതിയ സിനിമാക്കാർ വരുമ്പോൾ അവർ നമ്മളെപ്പോലെ ഭയന്ന് ബാക്കോട്ട് നോക്കും. കാരണം ഷൂട്ട് സമയത്തൊക്കെ പറയും, ഷൂട്ട് തീർന്ന പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിളിച്ചോ, എപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. ഒരു 2 ദിവസം മുമ്പ് വിളിച്ച് പറയണം പറയും. നമ്മൾ 2 ദിവസമല്ല 2 മാസം മുമ്പ് വിളിച്ച് പറഞ്ഞിട്ടും അവർ സഹകരിക്കുന്നില്ല. സഹകരിക്കുക എന്ന് പറഞ്ഞവർ വരെ സഹകരിക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ മുഖത്ത് വലിയ സന്തോഷം ചിലപ്പോൾ ആർക്കും കാണാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഇതിനെ ഫണ്ട് കണ്ടെത്തിയ സിറ്റുവേഷനുകളൊക്കെ അത്രയും വിഷമം നിറഞ്ഞ ഭാഗത്തിലൂടെ ഈ ഫണ്ട് നമ്മൾ കണ്ടെത്തി ഇതിൻ്റെ കറക്റ്റ് പ്രൊമോഷനും കാര്യങ്ങളും ഇല്ലാതെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരാനുള്ള ഒരു പ്രയാസമുണ്ട് നമുക്ക്. അപ്പോൾ സിനിമയെ കുറിച്ച് നമുക്ക് പ്രയാസമില്ല, പേടിയില്ല. സിനിമ ഇനി നമ്മളിപ്പോൾ ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് കയറി ഹിറ്റാവും. പക്ഷേ ഈ ജനങ്ങളെ ഏറ്റെടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ ചാനലുകാരൻ്റെ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു പല ചാനലുകാരും വിളിച്ചപ്പോഴൊക്കെ പ്രൊമോഷന് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് നമ്മളെ വീണ്ടും വിഷമിപ്പിക്കുകയാണ്. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ വരുള്ളൂ എന്ന് പറയുമ്പോൾ റിവ്യൂ അവരിൻ്റെ ഒരു റീച്ച് കിട്ടുന്നതാണ് അവർ നോക്കുന്നത്, ചാനലുകാർ. അപ്പം നമ്മളെ അത് സ്വാഭാവികമായിട്ടും വേദനിപ്പിക്കുന്നുണ്ട്. ഇനി പ്രൊമോഷൻ ഇല്ലാതെ തിയേറ്ററിലേക്ക് നമ്മളിത് റിലീസിന് പോകുമ്പോൾ തിയേറ്ററുകാരുടെ ചോദ്യം പ്രൊമോഷൻ ഉണ്ടോ, ഈ പ്രൊമോഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് മറുപടിയില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു 100 തിയേറ്റർ എടുത്ത് റിലീസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ 50 തിയേറ്ററിലേക്ക് ഒതുങ്ങും, 50 തിയേറ്റർ എടുക്കേണ്ട ആളുകൾ 30ലേക്ക് ഒതുങ്ങും. ഇങ്ങനെയൊക്കെ ചുരുങ്ങി വരും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് തയ്യാറെടുക്കാഞ്ഞിട്ടല്ല, തയ്യാറെടുക്കണം എന്ന് നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകൾ നമ്മളോട് സഹകരിക്കാതെ വരുമ്പോഴാണ്. ഇപ്പോൾ എൻ്റെ ഒരു സിനിമയിൽ മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ തൊട്ടു മുമ്പും കൂടി ധർമ്മജൻ പോലുള്ള ആർട്ടിസ്റ്റുകൾ വെട്ടി തുറന്ന് പറഞ്ഞൊരു സാധനം, അതായത് പോസ്റ്ററിൽ കാണുന്ന ആളുകൾ വരുന്നില്ല. അപ്പോൾ നമ്മളോട് അന്നും ഇന്നും സഹകരിക്കാമെന്ന് പറഞ്ഞവർ വരുന്നുണ്ട്. അത് ഇപ്പോൾ വിനീഷേട്ടനെ പോലുള്ള ഒരു ആൾക്കാർ, അവർ നല്ല മനസ്സാണ്. അത് നമ്മളെപ്പോലെ സാധാരണക്കാരായ ഒരാളായതുകൊണ്ടാണ് നമ്മളോടൊപ്പം സഹകരിക്കുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ ബിജുക്കുട്ടൻ എന്ന് പറയുന്നത് ഫുൾ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറാണതിൽ. ഈ 6 നായകന്മാരിലെ ഒരു മെയിൻ കഥാപാത്രം. അതായത് ഇവർക്ക് കൊടുക്കാത്തതിനേക്കാൾ കൂടുതൽ നമ്മളവരെ അതിൽ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരുണ്ടെങ്കിൽ ഇവർക്ക് പ്രചോദനം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ എത്രയും ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. പുള്ളിക്കത് മനസ്സിലായില്ല. പുള്ളിക്കത് മനസ്സിലാവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എൻ്റെ ഈ സംഭാഷണം കേൾക്കണം, അല്ലെങ്കിൽ പുള്ളി അതിന് മറുപടി പറയണം, അല്ലെങ്കിൽ സിനിമ പുള്ളി കാണണം. പുള്ളി സിനിമ കാണാൻ പോലും വിളിച്ചിട്ട് വന്നിട്ടില്ല. അതെന്താ സഹകരിക്കാത്തതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് ഞങ്ങളുടെ മുഖത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഞങ്ങൾ അതൊക്കെ മറച്ച് വെച്ച് ഇപ്പോൾ ഞങ്ങളുടെ പ്രൊമോഷൻ്റെ ഏറ്റവും വലിയൊരു സംഭവം, വലിയൊരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ ബിനീഷേട്ടനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റൊക്കെ തന്നെ. പിന്നെ അതാ നമ്മുടെ പുതുമോള്, അവരൊക്കെ മുഖം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വിഷമമായിട്ട് ഇരിക്കുന്നത് കാണുമെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ സിനിമയിലോട്ട് കയറി വരുമ്പോൾ അവഗണനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വരിക. എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങളാണെങ്കിലും ശരി, നിങ്ങൾ പല സിനിമയിലേക്ക് അവസരം ചോദിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അവസരം കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം, ആ വിഷമം പോലെ തന്നെയാണ് എപ്പോഴും അവരിയ്ക്കുന്നത്. ഒരു സിനിമയിൽ ത്രോട്ട് ക്യാരക്ടർ ചെയ്തവരുടെ മുഖം ആ സിനിമ റിലീസിന് വരുമ്പോൾ സ്വാഭാവികം ഇങ്ങനെ ആയിരിക്കരുത്. സന്തോഷം ഉണ്ടാവും. പക്ഷെ അത് ചെയ്യാൻ കഴിയാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് നിന്ന ആളുകളുടെ പിന്മാറ്റമൊക്കെ തന്നെയാണ്. അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അത് അവർ തുറന്ന് പറയണം, സംസാരിക്കണം. നമ്മളോടല്ലെങ്കിലും ഒരു അഭിമുഖത്തിലാണെങ്കിലും അവർ വന്നില്ല. കാരണം ഇപ്പോൾ നസീർക്കൊക്കെ സഹകരിക്കാമെന്ന് പറഞ്ഞാണ്. നസീർക്ക് പിന്നെ ലാസ്റ്റ് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെ ചിലപ്പോൾ അവർക്ക് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. സാധാരണ ആണ്, തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, സീസൺ ടൈമാണ് ആയിരിക്കാം. പക്ഷേ സാധാരണ എനിക്കൊരു വോയിസൊക്കെ ഇട്ടിട്ട് റിപ്ലൈ തരുന്ന ആളുകളാണ്. ഇപ്പം അതുപോലും ഇല്ല. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കാരണം കാണും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണയാണെങ്കിൽ ക്ഷമിക്കുക, അത്രേ ഉള്ളൂ. അതെ. ആ പ്രൊമോഷന് എപ്പോൾ ആണെങ്കിലും മുസൈനെ വിളിച്ചോ, ഞങ്ങൾ സഹകരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഡബ്ബിങ് സമയത്ത് പോലും പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരാഴ്ച മുമ്പ് പോലും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് 26-ാം തീയതിക്ക് ശേഷം ഫ്രീ ആവും, പിന്നെ 28-ാം തീയതി വരാം, 29-ാം തീയതി വരാം എന്നൊക്കെ പറഞ്ഞവരാണ്. പക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമം നമ്മളുണ്ട്. അതെന്താണെന്ന് അവർ തുറന്ന് പറയണം. അവർ തുറന്ന് പറയാൻ നമുക്ക് മനസ്സിലാവില്ല. ഇല്ല, ഞാൻ അങ്ങനെ ഇതിപ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്നോട് സഹകരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നടന്ന് സമയം വേസ്റ്റാക്കുന്നതിൽ കാര്യമല്ല.
കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഡബ്ബിങ് കഴിഞ്ഞ് പ്രൊമോഷന് ഇതടക്കമാണ് നമ്മൾ ആ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുന്നത് സാധാരണ. അപ്പോൾ ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ അതേ പേയ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെയാണല്ലോ ബിനീഷേട്ടനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇവർ സമയം കണ്ടെത്തി 2 മണിക്കൂറേ സമയമുള്ളൂ എന്ന് പറഞ്ഞു. ആ വിലപ്പെട്ട 2 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് വരുന്നില്ലേ. നമുക്ക് ബിജുക്കുട്ടൻ ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ 1 മണിക്കൂർ, ഇനിയിപ്പോട്ടെ അരമണിക്കൂർ ഒരു ക്യാമറക്ക് മുമ്പിൽ കിട്ടിയാലും നമുക്കത് വലിയ പ്രൊമോഷനാണ്. ഞങ്ങൾ പറഞ്ഞു ഇനി അത് വേണ്ട, നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് ഞങ്ങൾ പ്രൊമോഷൻ്റെ ഷൂട്ട് ഞങ്ങൾ ചെയ്തോളാം. എവിടെയാണെങ്കിലും ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. അതും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മൊബൈലൊരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നാലും മതി. ഇതൊന്നും ചെയ്തു തരുന്നില്ലെങ്കിൽ നമ്മളോട് വ്യക്തിപരമായിട്ട് എന്തോ ഒരു അസ്വസ്ഥത ഉള്ളതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അത് എന്താ എന്ന് അവർ തുറന്നു പറയണം. അല്ല, ലീഗലി മൂവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ളതെങ്കിൽ അവരുടെ റിപ്ലൈ വരണം. പല സിനിമകളിലും ബാധിക്കും. ഇപ്പം ഞാൻ പറയാം, ചെറുകിട നമ്മളൊക്കെ ഈ ചെറിയ ആർട്ടിസ്റ്റുകളിലേക്ക്, ചെറിയ ആർട്ടിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, അഭിനയിക്കാൻ കഴിവുള്ളവരെല്ലാവരും ആർട്ടിസ്റ്റാണ്, കഴിവുള്ളവരെല്ലാവരും ആർട്ടിസ്റ്റാണ്. വലിപ്പം ചെറുപ്പമൊന്നും നമുക്ക് ആർക്കും ഇവിടെ പറയാൻ പറ്റില്ല. ഇപ്പോൾ മമ്മൂക്ക, മോഹൻലാലിനെ പോലെ, ലാലേട്ടനെ പോലുള്ളവരൊക്കെ വലിയ ആർട്ടിസ്റ്റ്, ബിജുക്കുട്ടനെ പോലുള്ള ഒരു ചെറിയ ആർട്ടിസ്റ്റൊന്നും നമുക്ക് തരം താഴ്ത്താനോ വലിപ്പം കൂട്ടാനൊന്നും പറ്റില്ല. അവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ അവരെങ്ങനെ തന്മത്തയോടെ ചെയ്യുന്നു, അതിൽ അവർ ഉയർന്നു വരുന്നു, അവരെ ഫോക്കസ് ചെയ്ത് കുറേ സിനിമാക്കാർ പോകുന്നു എന്നല്ലാതെ ഒരിക്കലും ചെറുപ്പ വലിപ്പമൊന്നും ഇവിടെ ഇല്ല. അഭിനയിക്കാൻ എനിക്ക് കഴിവുണ്ടോ, ഞാൻ അഭിനേതാവാണ്, എന്നെ ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അത് തന്നെയാണ് അതിൻ്റെ മുതൽക്കൂട്ട്. കഥാപാത്രങ്ങളാണ് ഇവിടെ മെയിൻ. പക്ഷേ അവിടെയും കൃത്യമായിട്ട് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ നെഗറ്റീവ് റിവ്യൂ പറയുന്ന എല്ലാവരും അവകാശമാണ്. അതുണ്ട്. അതെ 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 അതെ. അല്ല, നമുക്ക് ലീഗലായിട്ട് ഞാൻ പറയുന്നത് അവരെ നമ്മൾ പ്രയാസപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ അവരെ കുറച്ച് കാണിക്കണമെന്നോ ഒന്നും നമ്മുടെ മൈൻഡിലില്ല. അതായത് അവർ നമ്മളെ സഹകരിക്കാതെ അവർ മാറി നിൽക്കുമ്പോൾ അതേപോലെ ഒരു സഹകരണമല്ല. അടുത്തൊരു സിനിമയിൽ ആ ഒരു കഥാപാത്രം നമ്മൾ അവർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ അവരെ തന്നെയാണ് പോയി കാണുക. അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ വരും, അഭിനയിക്കും. അപ്പോൾ സിനിമയിലും രാഷ്ട്രീയത്തിലും സ്വാഭാവികമായിട്ടും ശത്രുക്കളില്ല, അല്ലെങ്കിൽ ഒരു മുൻകോപം അല്ലെങ്കിൽ സഹകരിക്കാതെ പോകുന്ന ഒരു സ്വഭാവം സിനിമയിൽ രാഷ്ട്രീയത്തിലില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിത്യശത്രുക്കളില്ലാത്തൊരു 2 മേഖലയാണ് രാഷ്ട്രീയവും സിനിമയും. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും നമുക്ക് നമ്മുടെ കഥാപാത്രങ്ങളുടെ പേര് പോയി പറയാം. അവർക്ക് സഹകരിക്കാൻ പറ്റുമെങ്കിൽ അവർ സഹകരിക്കും. അത് അവരുടെ ഇഷ്ടമാണ്, വരണോ വരണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇവിടെയും ഇപ്പോൾ ബിജുക്കുട്ടൻ ചേട്ടൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് വിഷമമുണ്ട്. പക്ഷേ പരാതിപ്പെടണോ വേണ്ടേ എന്നുള്ള ഒരു രീതിയിലോട്ട് നമ്മൾ പോയിട്ടില്ല. അത് നമ്മൾ ഇനി അവർക്ക് ഒരു കഥാപാത്രം കൊടുക്കുന്ന അവർ തീരുമാനിക്കേണ്ട. അതായത് ഇനിയിപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ അടുത്ത സിനിമാക്കാർക്ക് അത് ഗുണം ചെയ്യും. ഇപ്പോൾ ബിജുക്കുട്ടൻ ചേട്ടൻ അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ ബിജുക്കുട്ടൻ ചേട്ടൻ ഇത് ചെയ്യില്ല. കാരണം പുള്ളിക്ക് മനസ്സിലാവും നമ്മളോട് ഇത്രയും വിഷമിപ്പിക്കുമ്പോൾ അടുത്ത സിനിമയിലും കൂടി പുള്ളി വിഷമിപ്പിച്ചാൽ അത് പുള്ളിനെ നിലനിൽപ്പിനെ ബാധിക്കും എന്നൊരു പ്രശ്നം അവിടെ ഉദിക്കും. അപ്പോൾ ഒരു പക്ഷേ പുള്ളി അവിടെ സഹകരിക്കും. പുള്ളിയാണ്. അല്ല, അവരൊന്നും പറഞ്ഞില്ല. അവർക്ക് തിരക്കുകളാണ്. അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറയുന്നുണ്ട്. അതായത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 രീതിയിൽ ഫോക്കസ് ചെയ്യും. ഒന്ന്, നമ്മൾ ഒരു എമൗണ്ട് പറഞ്ഞ് വരുന്നവരുണ്ട് ആർട്ടിസ്റ്റുകൾ. അത് നമ്മൾ അവിടെ കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പ്രൊമോഷന് വിളിക്കുമ്പോൾ പുതുമുഖം ആൾക്കാരാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ അവരോട് വീണ്ടും ഒരു എമൗണ്ട് പറയാം, ഒരു വിലപേശലും കൂടി നടത്തിയിട്ട് വരാം പ്രൊമോഷന് എന്ന് ചിന്തിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. ബിജുക്കുട്ടൻ്റെ സിനിമ എന്നാ പറയുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ബിജുക്കുട്ടനും കൂടി ഉപകാരപ്പെടുന്നതല്ലേ വെച്ചിട്ടുണ്ടെങ്കിൽ ബിജുക്കുട്ടൻ നായകനായിട്ട് അഭിനയിക്കുന്ന പടം എന്ന് പറയുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അതൊരു പ്രൊമോഷൻ ചെയ്ത് അത്യാവശ്യം പ്രൊഡ്യൂസറിന് പൈസ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പുള്ളിക്ക്. പുള്ളി എന്തുകൊണ്ട് സഹകരിക്കില്ലെന്ന് ഇവർക്ക് തമ്മിൽ അറിയാവുന്നല്ലോ. ഒരു ഭാഗം മാത്രമായിട്ടില്ല, മറ്റേ ഭാഗം കേൾക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് തിയേറ്ററുകളായിട്ട് പടം ഇറങ്ങുന്നുണ്ട്. പാലക്കാടാണ് ഒരു സിനിമ കാണുന്നത്. പാലക്കാട് അത്യാവശ്യം ഷോ കളിക്കാൻ വേണ്ടി ആളുണ്ടാവും. എറണാകുളം അതുപോലത്തെ പല ജില്ലകളിലും ഈ 11 20 പേരെന്ന് പറയുമ്പോൾ വിലപ്പെട്ടതാണ് ഒരു ഫസ്റ്റ് ഷോക്ക്. എത്ര പേര് സിനിമ കാണുന്നത്. ഈ നമ്മുടെ കള്ളന്മാർ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച മുമ്പ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കള്ളന്മാർ വീടിന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഷൂട്ട് തുടങ്ങുന്നതും
ഒരു ട്രailer-ഉം ഒരു പാട്ടും മാത്രമേ ഉള്ളൂ. വേറെ പ്രൊമോഷൻ ഉണ്ടോന്നും ഗൂഗിൾ ചെയ്ത് നോക്കിയൊന്നും ഇല്ല. സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഷോക്ക് ഫസ്റ്റ് ഷോയുടെ കാര്യം ഞാൻ പറഞ്ഞത്. കുറച്ച് പേര് തിയേറ്ററിൽ അത് പ്ലേ ചെയ്യുള്ളൂ. പടം പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം, എന്നാലാണ് അത് ഫസ്റ്റ് ഷോ കളിക്കുള്ളൂ. അപ്പോൾ ജനങ്ങൾക്ക് സിനിമ വേണ്ട, ഇവർക്കാണ്, പ്രൊഡ്യൂസർക്കും ഡയറക്ടറിനുമാണ് ജനങ്ങളെ വേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ വിളിക്കണം, അവർ വിളിച്ചു വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ തിയേറ്ററിൽ ഷോ കാണിക്കാനുള്ള എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്താൽ മാത്രമേ ഈ കാലത്ത് സിനിമകൾ ആൾക്കാർ കാണുള്ളൂ. ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാർ പോലും സിനിമക്ക് വരാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പറഞ്ഞ തിയേറ്ററിൽ നല്ല സിനിമയെന്ന് പറയാനെങ്കിലും പക്ഷേ ഷോ കളിക്കാനാണെങ്കിലും ആൾ വന്നു. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കാൻ നേരത്ത് ഒരുപാട് പോസ്റ്ററുകൾ കാണാറുണ്ട്. ഇങ്ങനെ 3 ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ജില്ലകളിലൂടെ ഞാൻ സഞ്ചരിക്കും. അപ്പോൾ ഭിത്തിയിലോട്ട് ചെന്നാൽ ഫോട്ടോസ് 4-ാം ദിവസം തിരിച്ചു വരാൻ നേരത്ത് ആ പോസ്റ്ററിൻ്റെ പൊക്കത്ത് വേറൊരു പോസ്റ്റർ കൊണ്ട് ഓടിച്ചെന്ന. കാരണം സിനിമ തിയേറ്ററിൽ കളിക്കൊന്നുമില്ല. ഏതെങ്കിലും സിനിമ ഞാൻ അഭിനയിച്ച പടമോ അല്ലെങ്കിൽ ചെറിയ വേഷം ചെയ്ത് എൻ്റെ ഒരു കൂട്ടുകാരനൊരു പടം അഭിനയിച്ച്, അവൻ ആ പടത്തിൽ ചെറിയ വേഷമാണ്. ഞങ്ങളുടെ ഒരു മാളിൽ തിയേറ്ററിൽ പടം ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അവൻ 12 മണിക്ക് പടം തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അവനെ കാണാൻ വേണ്ടി അവൻ പോകണത്. വേറെ ആരും വന്നില്ല ആ പടത്തിൽ. ആ പടം കളിച്ചില്ല എന്ന് അവിടെ ആളില്ലെന്ന് പറഞ്ഞ് കളിച്ചില്ല. എന്തോ 11 പേരോ എന്തോ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ കള്ളന്മാരുടെ വീട്ടിൽ ഇത്തിരി പ്രൊമോഷൻ കൊടുക്കണോട്ടാ. പ്രൊമോഷൻ തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഇല്ല എന്നെ ഒന്നും വിളിച്ചിട്ടൊന്നും ഇവർ തമ്മിലാണ് കാര്യങ്ങൾ. ഞാൻ ഇതിലൊരു ചെറിയ വേഷമാണെങ്കിൽ 20 മിനിറ്റോളം നിൽക്കുന്നൊരു വേഷമാണ്. ബിജിക്കുട്ടനാണ് ശരിക്കും ഇതില്ല എടുത്തു പറയാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റായിട്ടുള്ളത്. ബിജിക്കുട്ടൻ്റെ സിനിമ എന്നാണ് എല്ലാ മീഡിയയും പറയണത്. കള്ളന്മാരുടെ വീട് ബിജിക്കുട്ടൻ നായകനാവുന്ന സിനിമ തീർച്ചയായിട്ടും പുള്ളിക്കും കൂടി ഉപകാരപ്പെടും. പ്രൊമോഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുള്ളി തിയേറ്ററിൽ എത്തിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററിൽ റിലീസിന് സിനിമ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈതരാം. എനിക്ക് നല്ലൊരു വലിയ കാര്യം തന്നെയാണ്. അവിടെ വരെ നിങ്ങൾ വിജയിച്ചു, ഇനി അങ്ങോട്ട് വിജയിച്ചാൽ മതി. പിന്നെ അത് എനിക്ക് പൈസ ഇല്ല, ആർട്ടിസ്റ്റായിട്ട് കാര്യമില്ലല്ലോ, കഞ്ഞി വെക്കണ്ടേ. അതുകൊണ്ട് ഞാൻ കഞ്ഞി വെക്കാൻ വേണ്ടി ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ആഗ്രഹങ്ങളാണല്ലോ വീട്. അതിനു വേണ്ടി ഞാൻ സിനിമയിൽ നിന്നാൽ ചിലപ്പോൾ എനിക്ക് അത് വെക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ശരിക്കും സിനിമയിൽ അഭിനയിക്കണമെന്നില്ല കേട്ടോ, ഒരാൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. ഞാനൊരു തൊഴിലാളി, ഞാൻ എൻ്റെ തന്നെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ വിറ്റ് ജീവിക്കുന്നതാണ്. ഞാനൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നി അന്ന് കാലം തുടങ്ങി ഞാൻ വിൽക്കാൻ തുടങ്ങിയത്. നമ്മുടെ കേരളത്തിൽ ഇറച്ചിക്കട തുടങ്ങി ഷോപ്പിംഗ് മാൾ വരെ ഉദ്ഘാടനം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. വളരെ വലിയ ഭാഗ്യമുണ്ട്. ഉദ്ഘാടകനായിട്ട് ഒരാളെ വിളിച്ച് ഉദ്ഘാടിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞ് വിളിക്കണമല്ല. എനിക്കെന്തൊരു ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. ഞാൻ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ബ്രാഞ്ചുകൾ പിന്നെയും തുടങ്ങാം. 7-8 ബ്രാഞ്ചുകൾ ഒരേ സ്ഥാപനത്തിൻ്റെ പല ഇത് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊരു ഭാഗ്യം. അങ്ങനെ ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓർത്തേക്കാൻ പറ്റാതെ കുറേ നാളുകളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ അല്ല കൂടുതൽ എനിക്ക് പബ്ലിസിറ്റി കിട്ടിയത്. എനിക്ക് സാധാരണക്കാരുടെ ഇടയിൽ സോഷ്യൽ മീഡിയ എന്നൊക്കെയാണ്. ഇനി എനിക്ക് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം എന്നെ മനസ്സിലാക്കിയ ആൾക്കാർ അപ്പോൾ ഇനി ഡയറക്ടേഴ്സൊക്കെ ചിലപ്പോൾ ഏറ്റവും കൂടെ കൂളായിട്ട് എനിക്ക് അഭിനയിക്കാൻ വേണ്ടി ഈ വേദികൾ തരുമായിരിക്കും ലൊക്കേഷനിലൊക്കെ. അതാണെങ്കിൽ ലൊക്കേഷനിൽ എനിക്ക് ഇത്തിരി കൂടി ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കൂടി പെർഫോം ചെയ്യാൻ പറ്റും. നേരത്തെ ആ ഫ്രീഡം എനിക്ക് അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അങ്ങനത്തെ വേഷമല്ലേ, നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എല്ലാവരും കാണുള്ളൂ. ഉപയോഗിക്കാനായിട്ട് അവർക്ക് തോന്നിയിട്ടില്ലല്ലോ, ഇനി തോന്നുമായിരിക്കും. ആ അന്ന് സിനിമ കാണുമായിരുന്നു കേട്ടോ. എന്നെ സിനിമ കണ്ടെന്ന ആൾക്കാർ പറയുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു പടത്തിൽ മെയിൻ വേഷമൊക്കെ ചെയ്തിട്ട് ആരും പറഞ്ഞില്ല സിനിമ കണ്ടെന്ന്. അന്ന് ഗുണ്ടായിട്ട് അഭിനയിക്കുമ്പോൾ ഇന്ന പൃഥ്വിരാജിൻ്റെ ഇടിമണിക്കണ കണ്ടെന്ന് പറയും, ലാലേട്ടനെ ഓടിച്ചിരുന്ന കണ്ടെന്ന് പറയും. അന്ന് സിനിമ കാണുമായിരുന്നു, ഇന്ന് ആരും കാണൂല സിനിമ. അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും സിനിമയിലേക്കണത് വലിയ കാര്യമല്ല. സിനിമയാണ് ജനങ്ങളുടെ, സിനിമ ആർട്ടിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഈ ഭയങ്കര ബഹുമാനത്തോടെയും അവർക്ക് കൂടുതൽ പരിഗണനയും കൊടുക്കുന്നത് സിനിമയും രാഷ്ട്രീയമാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. സിനിമാ നടൻ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഹിറ്റായ നടൻ എന്ന് പറയുമ്പോൾ അവർക്ക് അവരെ ഒരു ദൈവത്തെ. അതെ അതെ, സിനിമ നടൻ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ നല്ല ജോലി എന്താണ്? അതിൽ അവരെ കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ
അവരെന്തോ ഒരു വലിയ സംഭവമായിട്ടാണ് കാണുന്ന ആൾക്കാർ. ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാരണക്കാരാണ് സിനിമക്കാരൊക്കെ. ശരിക്കും മനുഷ്യന്മാരാണ്. അവർ ജോലി എടുക്കുന്നു. ഞാനൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി എടുക്കുന്നു, അവരുടെ സിനിമാ മേഖലയിൽ ജോലി എടുക്കുന്നു. ഓരോരോ ജോലിക്ക് അവർ സ്റ്റാറുകളുണ്ട്. സിനിമയിൽ സ്റ്റാറുകളായിട്ട് നമ്മൾ ഓരോരുണ്ട്. ഓരോ ജോലികൾ സ്റ്റാറായിട്ട് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് സ്റ്റാർ എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റും. സിനിമ മാത്രമാണ് ആൾക്കാരെ അംഗീകരിക്കപ്പെടുന്ന ഒരു തൊഴിലായിട്ടും അംഗീകരിക്കപ്പെടുന്ന ഒരു കലയായിട്ടും സിനിമയെ കാണുന്നത്. ആ സിനിമയുള്ള കാലത്തോളം സിനിമ ആർട്ടിസ്റ്റുകളും ഭയങ്കര മൂല്യമുള്ള ആൾക്കാരായിക്കോളും. അത് ചിലപ്പോൾ ഫോട്ടോച്ചിക്കാർക്ക് അത് ഭയങ്കര വ്യത്യാസമുണ്ടാ. ഫോട്ടോച്ചിക്കാരുടെ ഒരു കാര്യം പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഷൂട്ടിങ് നടക്കണതാണ് ഫോട്ടോച്ചിൽ. ആരും പോയി ഒന്നും ലാലേട്ടനെ മമ്മൂക്കയാണെങ്കിൽ കാണുള്ളൂ. ഫോട്ടോച്ചിക്കാരെങ്ങനെയെന്ന് പറയാമോ, എടാ നമ്മുടെ ചന്ദ്രേട്ടൻ്റെ കടയിൽ ഷൂട്ട് നടക്കണ്ട മമ്മൂക്കയാണ് വന്നേക്കണ. അപ്പോൾ കൂട്ടുകാരൻ പറയും ഒന്ന് പോടാപ്പാ, ഇന്നലെ ഷാരൂഖ് ഖാൻ വന്നിട്ട് അമ്മ മൈൻഡ് ചെയ്തിട്ടില്ലെന്ന്. അങ്ങനത്തെ ടീമാണ്. അപ്പം അങ്ങനെ ചായ കുടിക്കാൻ തട്ടുകടയിൽ പോലും സിനിമ നടന്മാരിക്കുന്ന സ്ഥലമാണ് കൊച്ചി. സിനിമ നടന്മാരെ മുട്ടി നടക്കാൻ പറ്റില്ല അവിടെ. സിനിമ നടൻ എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുക എന്ന് പറയുന്നത് പണ്ടായിരുന്നു. ഇപ്പം ആഴ്ചയിൽ നടന്മാർ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു റോട്ടിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ എന്നെ ടീമേന്ന് വിളിക്കാൻ വേണ്ടി 100ഓളം ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരാൾ ചിലപ്പോൾ റോട്ടിൽ കൂടെ ഇരുന്നാൽ അവർ സിനിമ കണ്ട ആൾക്കാരല്ലേ ചേട്ടാ ഇന്ന ആളാണെന്ന് മനസ്സിലാക്കുകയുള്ളൂ. ആ ഒരു കാലഘട്ടം മാറി ഇപ്പം. അപ്പോൾ ഒരാൾ അറിയപ്പെടണമെങ്കിൽ ഭയങ്കര പാടായിപ്പോൾ. ഇതിലും കൂടുതൽ തിരക്കുകളിലേക്ക് ആയി കഴിയുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെറിയ പടങ്ങളെ അവഗണിക്കുകയും പ്രൊമോഷൻ വരാണ്ടിരിക്കുകയൊക്കെ ചെയ്യും? ഒരിക്കലും ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസറാണ് സിനിമയുടെ ഒരു രാജാവ്. ഒരു പ്രൊഡ്യൂസർ ഇവർ സാധാ പൈസ ഉണ്ടായിട്ടെടുത്തല്ല. ഇവരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. എന്നെ ഏറ്റവും വലിയ അതിശയപ്പെടുന്ന രണ്ടാമത് പടം പിടിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് അതിശയപ്പോയത്. അത് വെറുതെ പറഞ്ഞല്ല, അയ്യോ ഈ പടം പിടിച്ചിട്ട് രണ്ടാമതും പടം പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിന് പൈസ കിട്ടിയിട്ട് വേണ്ടി രണ്ടാമത് പടം പിടിക്കാൻ. അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി, സിനിമയിലെ ചോറ് പണ്ട് പറയില്ല കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ തന്നെ ആയിരിക്കും എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൈസയൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സിനിമ ഒരുപാട് കണ്ടതെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി അല്ലാട്ടോ, സിനിമാക്കാരെ ഒരുപാട് കണ്ടതാണ്. ഞാൻ സിനിമ പിടിക്കുള്ളൂ. ഞാനൊരു വീട് വെച്ചിട്ട് വിൽക്കാനേ ഉള്ളൂ. എന്നാൽ അതിലും വലിയ ലാഭം കിട്ടും എനിക്ക്. ഞാൻ ഒരു വീട് വെക്കും. വീട് വെച്ചിട്ട് ഞാൻ മറിച്ചടിക്കുന്നത്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വീട് വെച്ചിട്ട് രണ്ടാമത്തെ വീട് മറിച്ചടിക്കും. അതിൽ സിനിമനെക്കാട്ടും വലിയ ലാഭമാണത്. എന്തൊരു ആൾക്കാർ എൻ്റെ കൂട്ടുകാരൊക്കെ പടം പിടിച്ചിട്ട് ഇപ്പം വീടൊക്കെ വിറ്റ് കിടക്കുന്നതാണ്. പപ്പടം വിറ്റ ഒരാളെന്നെ എന്നെ ശർമാജിനെയും വെച്ചിട്ട് പടം ചെയ്ത് പപ്പട കച്ചവടമാണ് പുള്ളിക്ക്. രാഷ്ട്ര രാവണൻ എന്ന പടത്തിൽ ഞാനും രാജേഷ് ശർമ്മയാണ് നായകന്മാർ. എല്ലാത്തിൽ ആർട്ടിസ്റ്റുകൾ വന്ന് പുതുമുകളൊന്നുമില്ല ആ പടത്തിൽ. കോവിഡിൻ്റെ സമയത്ത് പിടിച്ചതാ. പപ്പടം വിൽക്കുന്ന ആളാന്ന് ഓർത്തോണം. അയാൾ 10-60 ലക്ഷം രൂപ മുടക്കിയിട്ട് ഞങ്ങളെയൊക്കെ വെച്ച് പടം പിടിച്ചിട്ട് തിയേറ്റർ ആർക്കും വേണ്ടാത്ത അവസ്ഥയായി. അയാളിപ്പോൾ പറഞ്ഞത് എൻ്റെ പപ്പടം പിന്നെ എൻ്റെ വീടും പോയി, ഒന്നുമില്ല. ഞാനിപ്പോൾ വാടക വീട്ടിലാണ്. കാർ ഓടിച്ചിരുന്ന ആളിപ്പോൾ സ്കൂട്ടർ ഓടിച്ച് കിടക്കണമെന്ന് പറഞ്ഞു. പടം ഇറങ്ങിയിട്ടില്ല. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര പേടിയാ. നഷ്ടക്കച്ചവടം 100%. നഷ്ടക്കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100-ൽ മേലെന്തെങ്കിലും ഒരു ശതമാനം ഉണ്ടെങ്കിൽ അത് ഞാൻ പറയുള്ളൂ. സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സായിട്ട് മാത്രം കാണുക. ഞങ്ങളെപ്പോലത്തെ ഒരു ആർട്ടിസ്റ്റിനൊക്കെ വെച്ച് സിനിമ ചെയ്തിട്ട് നാളെ പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സാധ്യത കുറവാണ്. ഉള്ള കാര്യം പറയാല്ല. ബിജിക്കുട്ടനാണെങ്കിൽ ഞാനാണെങ്കിലും സാധ്യത ഭയങ്കര കുറവാണ്. അത് ഭയങ്കര പണിയെടുത്താൽ മാത്രമാണ് നമുക്ക്. ചെറിയ കാര്യമൊന്നുമല്ല. ഒരാൾ 1 ലക്ഷം രൂപ ഒരു കാര്യത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂല്യമുള്ളൊരു സംഭവമാണ്. ഇവർക്ക് 1 ലക്ഷം ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല സിനിമക്ക്. അപ്പോൾ ആ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പണിയാണ്. ഒരു സംഭവം ബിസിനസ് ഞാൻ പറഞ്ഞ വീട് വെക്കണമെങ്കിൽ ആ സാധനം വിറ്റ് കഴിഞ്ഞാൽ കാശ് കിട്ടും. അത് വെറുതെ കളിയാക്കണമല്ല, ട്രോളണേന്നല്ല, ഞാൻ എൻ്റെ ജീവിതം വെച്ച് പറഞ്ഞതാ. പക്ഷേ സിനിമയിലോട്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന റീച്ചോ അല്ലെങ്കിൽ നോളിങ്ങോ ചിലപ്പോൾ സിനിമയിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അല്ല, ഞാനിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ താരമാണ്. ഞാൻ ജനങ്ങളല്ല നമ്മൾ ആക്കുന്നത്. ഞാനൊരു റോട്ടിലൂടെ നടന്നു പോണേണ്. ഞാൻ നേരത്തെയും പറഞ്ഞതാണ്. ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു. ചായക്കടയിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ടീമേ പരിപാടിയൊക്കെ കാണാറുണ്ട്, അടിപൊളിയാണ് കേട്ടാ. അങ്ങനെ പറയാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ടീമേന്ന് ലോകത്തിൻ്റെ എവിടെ തിരിപ്പോയാലും വിളിക്കാനുണ്ട്. അപ്പോൾ സിനിമാക്കാരനായതുകൊണ്ട് വിളിക്കണമല്ല, അത് സിനിമാക്കാരന VIP-കളുണ്ടെങ്കിൽ നമ്മളങ്ങനെ പുച്ഛം വയ്ക്കും. ഇവനൊക്കെ എന്താടാ അങ്ങനത്തെ ഒരു പുച്ഛം. നമുക്ക് VIP-കളല്ലല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ തൊഴിലാളികളാണ് ടീം ഏറ്റവും കൂടുതലുള്ളത്. അവരുടെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമല്ല. ഇപ്പോൾ സിനിമ തൊഴിലാളികൾ കാണുന്നില്ല, കണ്ടില്ല, അനുഭവിക്കണില്ലേ. നല്ല സിനിമ ഉണ്ടെങ്കിൽ മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ
ലാലേട്ടൻ്റെ പടം വന്നപ്പോൾ ഹിറ്റായി. എന്താ കാരണം? നല്ല സിനിമയാണ്, അടിപൊളി സിനിമയാണെന്ന് കണ്ട ആൾക്കാർ പറഞ്ഞ്. ചെറിയ പടങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ്. എന്നിട്ടും ഒരുപാട് ചെറിയ സിനിമകൾ നമ്മുടെ എല്ലാ ആഴ്ചയിലും ഇറങ്ങുന്നുണ്ട്. എങ്ങനെയാണ് വീണ്ടും വീണ്ടും പിടിക്കാൻ പറ്റണതെന്ന് ഞാൻ ചിന്തിച്ചിട്ടെങ്കിൽ മനസ്സിലാകുന്നില്ല. OTT പോലും എടുക്കുന്നില്ല. തിയേറ്ററിൽ കളിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണ്ടേ? പിന്നെ തീർച്ചയായും എന്നിട്ട് വീണ്ടും ഒരു സിനിമ പിടിക്കണം എന്ന് പറയുമ്പോൾ ഒരു നോർമലി ആർട്ടിസ്റ്റുകളൊക്കെ ആയി കഴിയുമ്പോഴേക്കും കുറച്ച് താങ്കൾക്ക് വിചാരിക്കുന്ന ലെവലിൽ എത്തിയിരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും താങ്കൾ ടീമേന്ന് വിളിക്കുന്നത്. അപ്പോൾ നാളെ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആയി അല്ലെങ്കിൽ വലിയൊരു അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീമേന്ന് വിളിക്കുമ്പോൾ എന്തെങ്കിലും ഫീൽ ചെയ്യും? എന്ത് ഫീൽ ചെയ്യും? എനിക്ക് ടീമേന്ന് വിളിക്കുന്നത് ഏറ്റവും ഇഷ്ടം. കാരണം വെച്ചാൽ ഞങ്ങളുടെ കൊച്ചിയിൽ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ വിളിക്കുന്ന ടീമേ കുമ്പാരി, പങ്കെ. അത് ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ എന്നെ കേൾക്കാനും കാണാനും ഉണ്ടായതുകൊണ്ട് വേൾഡ് മൊത്തത്തിൽ ബ്രാൻഡായി. ഒരു വേഡ്സിനെ ഒരു ബ്രാൻഡാക്കി എടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണ്. ഒരു ക്രിക്കറ്റ് കളി നടക്കാൻ നേരത്ത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്, മനോരമയിൽ വന്നതാ ഒരു ഫോട്ടോ വന്നേക്കണം. ടീമേ എന്ന് എഴുതിയിട്ട് ആ ക്രൗഡിൻ്റെ ഇടയിൽ ടീമേ എന്ന് എഴുതിയിട്ട് 2 കുത്ത്. അതെൻ്റെ സാധനമാണ്. ഇങ്ങനെ പൊക്കി പിടിച്ചേക്കണ സാധനം. വളരെ സന്തോഷമുണ്ട്. സിനിമ എപ്പോഴും പഴയ പോലെ തന്നെ ആൾക്കാർ ഈ മുടക്ക് മുതൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ മുടക്കുന്ന മുതൽ തിരിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും വന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജനറൽ സോഷ്യൽ മീഡിയക്ക് ഇത്ര ഉള്ളത് നിങ്ങളുടെയൊക്കെ പരിപാടി കാണാൻ ആൾക്കാരും ഇപ്പോൾ കൂടുതലുള്ളത്. ഇപ്പോൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ചാനലിലെ പരിപാടിയോ അല്ലെങ്കിൽ റീൽസൊക്കെ കണ്ടു കഴിയുമ്പോൾ സമയം പോകും. ഞാനും അങ്ങനെ തന്നെയുണ്ട്. വെറുതെ ഇരിക്കാൻ നേരത്തെ റീൽസൊക്കെ കാണും. അങ്ങനെയാണ് കാലഘട്ടം. ഇല്ല, ഇതിൽ നമ്മളെ നായിക കഥാപാത്രങ്ങൾ കൊടുത്തിട്ടില്ല. നായിക കഥാപാത്രം കൊടുക്കാൻ ഇപ്പോൾ നമുക്ക് ഇത് കൊടുക്കാണ്ടേ നമ്മൾ ഈ വേദന അനുഭവിക്കുന്നു. ഇനിയിപ്പോൾ അത് കൊടുക്കും കൂടി ചെയ്ത് കഴിഞ്ഞാലുള്ള വേദന പറയേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം. കാരണം ഇത് ഒന്നും കൊടുക്കാതെ നമ്മൾ ഇത്ര പ്രയാസപ്പെടുന്നുണ്ടെങ്കിലേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ചൊല്ലിയിട്ടായിരിക്കും അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ബിജുക്കുട്ടൻ ചേട്ടനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു മുഴുനീള കഥാപാത്രം വരുന്ന സിനിമയാണ് കള്ളന്മാരുടെ വീട്. പുള്ളി സഹകരിക്കുന്നതും സഹകരിക്കാത്തതും പുള്ളീൻ്റെ ഒരു ഇഷ്ടമായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴായിരിക്കും പുള്ളിയുടെ ഒരു പെർഫോമൻസ് എന്താണെന്ന് ഈ സിനിമയിൽ പുള്ളി കണ്ടിറങ്ങണം. പിന്നെ ഒരു മൈഡിയർ കുട്ടിച്ചാത്തൻ, പട്ടണത്തിൽ ഭൂതം, ആ സമയത്തൊക്കെയാണ് നമ്മൾ തിയേറ്ററുകളിൽ സ്കൂൾ ബസ്സിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ട് തുരുതുരേനം ബസ്സുകളൊക്കെ വന്ന് കയറി കണ്ടായിരുന്ന ഒരു സിനിമ എൻ്റെ ഒരു ഓർമ്മയിൽ ഇപ്പോൾ ലാസ്റ്റ് പട്ടണത്തിൽ ഭൂതമാണ്. അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു സ്കൂൾ ബസ്സൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും നമ്മുടെ സിനിമ കള്ളന്മാരുടെ വീട്. അതിൽ ഉറപ്പാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയാം, ബ്രാൻഡായിട്ട് പറയാം, കുട്ടികൾ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ ഇനി വന്ന് കാണുന്ന ഒരു സിനിമയായിരിക്കും കള്ളന്മാരുടെ വീട്. അതിൽ യാതൊരു സംശയവുമില്ല. അൻവർ സാദാത്തിൻ്റെ നല്ലൊരു സോങ്, അടിപൊളി സോങ് ഉണ്ട്. പിന്നെ ജോയ്സ് ലാഹ വരികൾ എഴുതിയ, ദക്ഷിണ സംഗീതം നൽകിയ വേറൊരു സോങ്, 2 സോങ്ങുകളുണ്ട്. പിന്നെ മാഫിയ ശശി, വിഘ്നേഷ് പാലക്കാട്, പുള്ളി രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്ത ഒരു സംഘടനയുണ്ട്, സൂപ്പർ സംഘടനയാണ്. അതിൽ നന്നായിട്ട് നല്ല ആക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ വിജുചേട്ടൻ, പുള്ളിയുടെ ഒരു ഇത്. അപ്പോൾ എല്ലാവരും ജനുവരി 5-ാം തീയതി നമ്മുടെ ഈ കള്ളന്മാരുടെ വീട് എന്നുള്ള ഞങ്ങളുടെ ആ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് വിജയിപ്പിക്കണം, സഹകരിക്കണം ഞങ്ങളോട്. ഞങ്ങളെ പോലുള്ള ഈ ചെറിയ കലാകാരന്മാരെ നിങ്ങൾ പ്രേക്ഷകരെ ഏറ്റെടുത്ത് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇനിയും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സിനിമകൾ ചെയ്യാനുള്ള പ്രചോദനം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറയുന്നു. ടീമേ, അപ്പോൾ ജനുവരി 5-ാം തീയതി എൻ്റെ സിനിമ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ അല്ല, എൻ്റെ ആൾക്കാർ ചിലപ്പോൾ എന്നെ കാണാൻ വന്നാലാ. നമ്മുടെ സിനിമ. അപ്പോൾ കള്ളന്മാരുടെ 5-ാം തീയതി നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള തിയേറ്ററിലൊക്കെ വന്ന് കളിക്കും. നിങ്ങൾക്കൊരു പരാതിയാണ്, സിനിമയിൽ കുറേ ആളായിട്ട് കണ്ടില്ലെന്നുള്ള. ആ പരാതി 5-ാം തീയതി തീർക്കുകയാണ്. ഞാൻ നല്ലൊരു കോമഡി വേഷത്തിൽ പള്ളിയിൽ അച്ഛനായിട്ട് വരുന്നുണ്ട്. ടീം വന്ന് കണ്ടേക്കണേണ്ട. ഇവരെയൊക്കെ പാവപ്പെട്ട ആൾക്കാരാണ്. ഒന്ന് കൂട്ടുകാരെയൊക്കെ വിളിച്ചൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ സന്തോഷം. എല്ലാ ജില്ലകളിലും ഇങ്ങനെ ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയാം. നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പ്രായമുള്ള ആൾക്കാരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്. എല്ലാവർക്കും തന്നെ കാര്യമാണ് സ്റ്റാർ മാജിക്കിലൂടെ. അങ്ങനെ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് പോയി കണ്ട നന്നായി. ടീമിനെ കാണാനെങ്കിലും ഒന്ന് പോണേ. സിനിമ ഒന്ന് നല്ലതാണെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണം, മോശമാണെങ്കിൽ അത് പറയണം. ഞാൻ പള്ളിയിൽ അച്ഛനായിട്ട് അഭിനയിച്ചത് മോശമാണെങ്കിൽ അത് പറയണം. ചേട്ടാ ഒട്ടും പോരാനുണ്ട്, ബോറായിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സിനിമയിൽ ഞാൻ ശ്രദ്ധിക്കാം നല്ല രീതിയിൽ ചെയ്യാനായിട്ട്. അപ്പോൾ സിനിമയും മോശമാണെങ്കിൽ പറയുക. ഇവർ നല്ല സിനിമയാണെന്നൊക്കെ പറയാം, നിങ്ങൾ കണ്ടിട്ട് പറയണം കേട്ടോ നല്ല സിനിമയാണെന്ന്. നല്ല സിനിമയാണെങ്കിൽ അവർ പറയൂ കേട്ടോ അടിപൊളി സിനിമയാണെന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരു പാട്ട് പാടിക്കോളൂ, നല്ലൊരു പാട്ട്.
കട്ട് ഞാൻ എടുക്കട്ടെ. അവസാനം നല്ലൊരു പാട്ട്. വേറെ തിന്നോടാ തിരുവള്ള വേറെ പാട്ട്. ഇതിൽ കേൾക്കൂല, അതാ പ്രശ്നം. ഇങ്ങനെ പാടേണ്ടി വരുമ്പോ ഇതെങ്ങനെ പാടാം. അപ്പോൾ ഞാൻ പാട്ടുകാരനല്ല, സ്റ്റാർ മാജിക്കിൽ പോയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി പാട്ടുകൾ പാടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പാട്ട് ലിറിക്സൊക്കെ എഴുതുന്ന ഗോഡ്ബിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിയിലുള്ള മൂലംകുടിയിലുള്ള സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ലിറിക്സ് ഉണ്ടാക്കിയിട്ട്. കല്യാണ വീടുകളിലും ടൂറൊക്കെ പോകാൻ നേരത്ത് പാട്ടുകാരല്ലാത്ത ആൾക്കാർ നമ്മുടെ സ്കെയിലും ബസ്സിൻ്റെ ഇതിലൊക്കെ കൊട്ടി, നമ്മൾ സീറ്റിൻ്റെ ഒക്കെ കൊട്ടി അപ്പോൾ ഒരു പാട്ടൊക്കെ പാടും. ഭയങ്കര സ്റ്റാറായിക്കുള്ളവർ. അപ്പോൾ അവരൊക്കെ ഒന്നും ഗായകരുടെ കൂട്ടത്തിൽ പെടുത്തില്ല, ഉണ്ടാക്കി പാടുന്ന ആൾക്കാരും. അങ്ങനത്തെ പാട്ടുകളാണ്. ഒരു പാട്ട് കുഞ്ഞപ്പൻ ചേട്ട എന്നൊരു പാട്ട്, അല്ലെങ്കിൽ നമുക്ക് തങ്കച്ചൻ ചേട്ട എന്ന് പറഞ്ഞ പാടാം. അത് നമ്മുടെ സ്റ്റാർ മാജിക്കിൽ. തങ്കച്ചൻ ചേട്ടാ കൊട്ടയിൽ എന്താണ്? പച്ചമാങ്ങ പഴുത്ത മാങ്ങ കിലോ 100 തങ്കച്ചൻ ചേട്ടാ കൊട്ടയിൽ എന്താണ്? പച്ചമാങ്ങ പഴുത്ത മാങ്ങ കിലോ 100 പച്ചമാങ്ങ പച്ചക്കരിഞ്ഞ് അച്ചാറിടാലോ, പഴുത്ത മാങ്ങ പഞ്ചരയിട്ട് ജ്യൂസ് കുടിക്കാലോ. പച്ചമാങ്ങ പച്ചക്കരിഞ്ഞ് അച്ചാറിടാലോ, പഴുത്ത മാങ്ങ പഞ്ചരയിട്ട് ജ്യൂസ് കുടിക്കാലോ. ജോസപ്പൻ ചേട്ടാ കുഞ്ഞപ്പൻ ചേട്ടാ കൊട്ടയിൽ എന്താണ്? പച്ചമാങ്ങ പഴുത്ത മാങ്ങ കിലോ 100 കുഞ്ഞപ്പൻ ചേട്ടാ കൊട്ടയിൽ എന്താണ്? പച്ചമാങ്ങ പഴുത്ത മാങ്ങ കിലോ 100 പല മാങ്ങ മാവിൽ പൂത്ത് നിറയുമ്പോൾ പച്ചമാങ്ങ കണ്ണിമാങ്ങ ഉപ്പിലിടാലോ. പല മാങ്ങ മാവിൽ പൂത്ത് നിറയുമ്പോൾ പച്ചമാങ്ങ കണ്ണിമാങ്ങ ഉപ്പിലിടാലോ. ജോസപ്പൻ ചേട്ടാ കുഞ്ഞപ്പൻ ചേട്ടാ കൊട്ടയിൽ എന്താണ്? പച്ചമാങ്ങ പഴുത്ത മാങ്ങ കിലോ 100 കുഞ്ഞപ്പൻ ചേട്ടാ കൊട്ടയിൽ എന്താണ്? പച്ചമാങ്ങ പഴുത്ത മാങ്ങ കിലോ 100 പുളിയുള്ള മാങ്ങ പുളിയോട് കൂടി കൊതിച്ച് തിന്നുമ്പോൾ പച്ചമാങ്ങ കണ്ണിമാങ്ങ കടിക്കുമ്പോൾ കണ്ണിറുക്കും. പുളിയുള്ള മാങ്ങ പുളിയോട് കൂടി കൊതിച്ച് തിന്നുമ്പോൾ പച്ചമാങ്ങ കണ്ണിമാങ്ങ കടിക്കുമ്പോൾ കണ്ണിറുക്കും. തങ്കച്ചൻ ചേട്ടാ ജോസപ്പൻ ചേട്ടാ കൊട്ടയിൽ എന്താണ്? പച്ചമാങ്ങ പഴുത്ത മാങ്ങ കിലോ 100 തങ്കച്ചൻ ചേട്ടാ കൊട്ടയിൽ എന്താണ്? പച്ചമാങ്ങ പഴുത്ത മാങ്ങ കിലോ 100 കുഞ്ഞപ്പൻ ചേട്ടാ കൊട്ടയിൽ എന്താണ്? പച്ചമാങ്ങ പഴുത്ത മാങ്ങ കിലോ 100 കുഞ്ഞപ്പൻ ചേട്ടാ കൊട്ടയിൽ എന്താണ്? പച്ചമാങ്ങ പഴുത്ത മാങ്ങ കിലോ 100 കുഞ്ഞപ്പൻ ചേട്ടാ കൊട്ടയിൽ എന്താണ്? പച്ചമാങ്ങ പഴുത്ത മാങ്ങ കിലോ 100 താങ്ക് യു. ഇപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കള്ളന്മാരുടെ വീട് എന്ന സിനിമ എല്ലാവരും കാണുക. ജനുവരി 5-ാം തീയതി. എല്ലാവർക്കും എൻ്റെ ഹൃദയം തന്നെ പുതുവത്സര ആശംസകൾ. ഞങ്ങളുടെ എല്ലാവരെയും ഹാപ്പി ന്യൂ ഇയർ. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.